ഖത്തറിലെ ഹമാസിനെതിരായ ഇസ്രായേൽ ആക്രമണത്തിൽ മൊസാദ് പങ്കെടുക്കാതിരുന്നത് എന്തുകൊണ്ട്? ഖത്തറിലെ ഹമാസ് നേതാക്കളെ വധിക്കാൻ തങ്ങളുടെ ഏജന്റുമാരെ ഉപയോഗിക്കാൻ മൊസാദ് വിസമ്മതിച്ചതായ റിപ്പോർട്ടുണ്ട്. ഇസ്രായേൽ ബാഹ്യ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ പദ്ധതി നിരസിച്ചതായി പറയപ്പെടുന്നു. ഇത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ദോഹയിൽ വ്യോമാക്രമണത്തിന് ഉത്തരവിടാനുള്ള ഒരു ബദൽ മാർഗം നൽകി. എന്നാൽ ലോകമെമ്പാടും വ്യാപകമായി അപലപിക്കപ്പെട്ട ആക്രമണത്തെ എന്തുകൊണ്ടാണ് മൊസാദ് അനുകൂലിക്കാതിരുന്നത്? ചൊവ്വാഴ്ച, അതായത് സെപ്റ്റംബർ 9, ഖത്തറിലെ മുതിർന്ന ഹമാസ് നേതാക്കൾക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ഇസ്രായേലി എക്സ്റ്റേണൽ ഇന്റലിജൻസ് ഏജൻസിയായ മൊസാദ് അനുകൂലിച്ചില്ല. വാഷിംഗ്ടൺ പോസ്റ്റ് അനുസരിച്ച് ഹമാസ് നേതാക്കളെ കൊല്ലാനുള്ള ആസൂത്രിതമായ നടപടി നടത്താൻ മൊസാദ് ഏജൻസി വിസമ്മതിച്ചു. ഖത്തറിന്റെ മണ്ണിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം വ്യാപകമായി അപലപിക്കപ്പെട്ടു. ദോഹ പരസ്യമായി ഇതിനെ ഭരണകൂട ഭീകരതയെന്നും മധ്യസ്ഥ പ്രക്രിയയോടുള്ള വഞ്ചനയെന്നും വിശേഷിപ്പിച്ചു. ഗാസയിൽ നിന്ന് ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി ഖത്തറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾക്കിടെയാണ് ആക്രമണങ്ങൾ നടന്നതെന്ന് ആരോപിച്ച് ആക്രമണങ്ങളെയും അതിൻ്റെ സമയത്തെയും ചോദ്യം ചെയ്യപ്പെട്ടു. കൃത്യമായി ആ സമയത്ത് തന്നെ ആക്രമണങ്ങൾ നടത്തിയത് ബോധപൂർവമാണെന്നുള്ള വിശകലനമാണ് ലോകത്തെമ്പാടും നിന്ന് വന്നത്. ഖത്തറിൽ മൊസാദ് ആക്രമണം നടത്താത്തത് എന്തുകൊണ്ട്? ഖത്തറിൽ ഹമാസ് നേതാക്കളെ കൊല്ലുന്നതിനെ മൊസാദ് ചാര ഏജൻസി എതിർത്തിരുന്നു. ദോഹയിൽ ഒത്തുകൂടിയ ഹമാസ് നേതാക്കളെ വധിക്കാൻ തങ്ങളുടെ ഏജന്റുമാരെ സ്ഥലത്തേക്ക് അയക്കാൻ സമീപ ആഴ്ചകളിൽ തയ്യാറാക്കിയ പദ്ധതി ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസി നിരസിച്ചിരുന്നുവെന്ന് ഈ വിഷയത്തെക്കുറിച്ച് പരിചയമുള്ള 2 ഇസ്രായേലികൾ പേര് വെളിപ്പെടുത്തരുതെന്ന ഉപാധിയോടെ വാഷിംഗ്ടൺ പോസ്റ്റിനോട് പറഞ്ഞു. മൊസാദിൻ്റെ ഡയറക്ടർ ഡേവിഡ് ബാർണിയ കൊലപാതകത്തെ എതിർത്തു. അത്തരമൊരു ഓപ്പറേഷൻ ഖത്തറികളുമായി താനും തൻ്റെ ഏജൻസിയും വളർത്തിയെടുത്ത ബന്ധത്തെ വഷളാക്കുമെന്ന ആശങ്ക കാരണമായിരുന്നു അത്. അദ്ദേഹത്തെ കൂടാതെ ഇസ്രായേൽ പ്രതിരോധ സേന ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനെഗ്ബി എന്നിവരും ഈ പദ്ധതിയെ എതിർത്തിരുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഉത്തരവനുസരിച്ച് നടത്തിയ ആക്രമണത്തെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും സ്ട്രാറ്റജിക് അഫയേഴ്സ് മിനിസ്റ്റർ റോൺ ഡെർമറും പിന്തുണച്ചു. ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുന്ന ഒരു ആക്രമണത്തിന് അനുകൂലമായിരിക്കില്ലെന്ന് മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ കരുതിയതിനാൽ ബന്ദികളുടെ ഒത്തുതീർപ്പ് ചർച്ചകളുടെ ചുമതലയുള്ള മുതിർന്ന IDF ഉദ്യോഗസ്ഥനായ നിറ്റ്സാൻ അലോൺ തിങ്കളാഴ്ച ഖത്തറിലെ ആക്രമണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നടന്ന യോഗത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടില്ല. ഇത്തവണ മൊസാദ് അത് നേരിട്ട് ചെയ്യാൻ തയ്യാറായില്ല. ഹമാസുമായുള്ള ചർച്ചകളിൽ ഖത്തറിനെ ഒരു പ്രധാന മധ്യസ്ഥനായി ഏജൻസി കണ്ടതായി ഇസ്രായേലി വൃത്തങ്ങളിൽ ഒരാൾ പറഞ്ഞു. ചാര ഏജൻസിയുടെ വിസമ്മതത്തെക്കുറിച്ച് പരിചയമുള്ള മറ്റൊരു ഇസ്രായേലി പറഞ്ഞു, അത് നെതന്യാഹുവിൻ്റെ സമയക്രമത്തെ ചോദ്യം ചെയ്യുന്നു. 1, 2, 4 വർഷത്തിനുള്ളിൽ നമുക്ക് കൃത്യമായി അത് ചെയ്യാൻ സാധിക്കും. മൊസാദിന് അത് എങ്ങനെ ചെയ്യണമെന്നറിയാം എന്ന് ഇസ്രായേലി പറഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ടാണ് അത് ഇപ്പോൾ ചെയ്യുന്നത് എന്നും അദ്ദേഹം പറയുന്നു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ബന്ദികളെ മോചിപ്പിക്കൽ വെടിനിർത്തൽ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകളെക്കുറിച്ച് അറിയുന്ന ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ചാനൽ 12നോട് പറഞ്ഞു, പ്രതിരോധ സ്ഥാപനത്തിലെ ഭൂരിഭാഗവും ആക്രമണം മാറ്റിവെക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിലപാട് വ്യക്തമായിരുന്നു. ബന്ദികളെ തിരികെ വരാനുള്ള ഒരു കരാർ മേശപ്പുറത്തുണ്ട്. ചർച്ചകൾ വിജയകരമായി നടത്തണം. ബന്ദികളുടെ അവസ്ഥ എല്ലാവർക്കും മനസ്സിലായി. നിലവിലെ സമയത്ത് ഇതുപോലുള്ള ഒരു ഓപ്പറേഷൻ ഈ സാധ്യതയെ ദോഷകരമായി ബാധിക്കുമെന്ന് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. എന്നാൽ ഹമാസിൻ്റെ ഉന്നത നേതാക്കളെ കൊല്ലുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു. മൊസാദ് ഈ നീക്കത്തെ അനുകൂലിക്കാതിരുന്നതിൽ, അതായത് പിന്നീടൊരിക്കൽ ചെയ്യാമെന്ന രീതിയിൽ മാറ്റിവെച്ചതോടെ ഇസ്രായേൽ ഒരു ബദൽ മാർഗം അവലംബിക്കേണ്ടി വന്നു. ചൊവ്വാഴ്ച ദോഹയിൽ ഹമാസിൻ്റെ രാഷ്ട്രീയ നേതാക്കളെ കൊല്ലാനുള്ള ശ്രമത്തിൽ 15 യുദ്ധവിമാനങ്ങൾ അയക്കുകയും 10 മിസൈലുകൾ തൊടുത്തുവിടുകയും ചെയ്തു. ഷിൻബെറ്റ് സെക്യൂരിറ്റി സർവീസിനൊപ്പം വ്യോമസേനയും ചേർത്താണ് ഈ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ പറഞ്ഞു. വ്യോമാക്രമണത്തിൽ തങ്ങളുടെ ആക്ടിംഗ് നേതാവ് ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള മുതിർന്ന ഹമാസ് നേതാക്കളെ കൊല്ലാൻ പരാജയപ്പെട്ടു. ഗ്രൂപ്പിൻ്റെ മുഖ്യ ഗ്രൂപ്പ് നെഗോഷിയേറ്ററായ അൽ ഹയ്യ തൻ്റെ രക്തസാക്ഷിയായ മകൻ ഹമാമിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തിയതായി ഹമാസ് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചു. കൊല്ലപ്പെട്ടവരിൽ ഒരു ഖത്തറി ഉദ്യോഗസ്ഥനും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഹമാസ് അറിയിച്ചു. ഹമാസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥൻ ഖലീൽ അൽ ഹയ്യയുടെ ഓഫീസ് മേധാവി ജിഹാദ് ലബാത്ത് അൽ ഹയ്യയുടെ മകൻ, കൂട്ടാളികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മറ്റ് 3 പേർ, അവർ അബ്ദുള്ള വാഹിദ്, മുഅമിൻ ഹസൂന, അഹമ്മദ് അബ്ദുൾ മാലിക് എന്നിവരാണെന്ന്
ടൈംസ് ഓഫ് ഇസ്രായേൽ പറയുന്നു. ആക്രമണത്തിൽ ഹമാസിൻ്റെ നേതാക്കളാരും കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് ഇസ്രായേൽ സുരക്ഷാ ഏജൻസികൾ കൂടുതൽ വിശ്വസിക്കുന്നു. പാലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ ലക്ഷ്യമിട്ട കെട്ടിടത്തിൽ ഉണ്ടായിരുന്നോ എന്ന് പരിശോധിച്ച് വരികയാണെന്ന് ചാനൽ 12 വെള്ളിയാഴ്ച വൈകുന്നേരം റിപ്പോർട്ട് ചെയ്തു. ഹമാസ് നേതാക്കൾ ലക്ഷ്യമിട്ട ഭാഗത്തു നിന്ന് വ്യത്യസ്തമായ ഒരു സ്ഥലത്ത് അവർ ഉണ്ടായിരുന്നിരിക്കാനുള്ള സാധ്യത ഇസ്രായേൽ പരിഗണിക്കുന്നുണ്ടെന്നും പറയുന്നു. മൊസാദിൻ്റെ കരസേനാ പ്രവർത്തനം വിജയിക്കുമെന്ന് ഉറപ്പില്ലെങ്കിലും ഏജൻസിയുടെ പ്രവർത്തകർ ടെഹ്റാനിലെ ഹമാസ് നേതാവ് ഇസ്മായിൽ ഖാനിയെ കിടപ്പുമുറിയിൽ ഒരു ബോംബ് സ്ഥാപിച്ചു കൊലപ്പെടുത്തിയത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നെതന്യാഹുവിന് അക്ഷമയായിരുന്നു. ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തെ ഇന്ത്യ, അമേരിക്ക, ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങൾ അപലപിച്ചു. ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളെ വിമർശിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്തറിനുള്ളിൽ ഏകപക്ഷീയമായി ആക്രമണം നടത്തുന്നത് ഇസ്രായേലിനെയോ അമേരിക്കയുടെ ലക്ഷ്യങ്ങളെയോ മുന്നോട്ട് കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞു. എന്നിരുന്നാലും ഈ നിർഭാഗ്യകരമായ സംഭവം സമാധാനത്തിനുള്ള അവസരമായി വർത്തിക്കും എന്നും ഹമാസിൻ്റെ ഉന്മൂലനം ഒരു ലക്ഷ്യമായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടെലിവിഷനിലൂടെ നടത്തിയ പ്രസംഗത്തിൽ ഹമാസ് ഉദ്യോഗസ്ഥൻ പൗസി ബർഹൂം ആക്രമണം ചർച്ചാ സംഘത്തെ കൊല്ലാനുള്ള ശ്രമം മാത്രമല്ലെന്നും മുഴുവൻ പ്രക്രിയയ്ക്കും മനഃപൂർവ്വമായ ഒരു പ്രഹരമാണെന്നും വെടിനിർത്തൽ കരാർ നിരസിക്കാനുള്ള വ്യക്തമായ സന്ദേശമാണെന്നും പറഞ്ഞു. യുദ്ധത്തിൽ വെടിനിർത്തലിനായി ഗാസയിലെ ബന്ദികളെ മോചിപ്പിക്കാനുള്ള ട്രംപിൻ്റെ നിർദ്ദേശം പരിഗണിക്കാൻ ഹമാസ് നേതാക്കൾ ഒത്തുകൂടി. ദോഹയിലെ ആക്രമണങ്ങൾക്ക് ശേഷം ഭാവിയിലെ മധ്യസ്ഥ ചർച്ചകളിൽ തങ്ങളുടെ പങ്ക് പുനർവിചിന്തനം ചെയ്യുകയാണെന്ന് ഖത്തർ നേതാക്കൾ പറഞ്ഞു. വെടിനിർത്തൽ ചർച്ചകളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് ക്ഷമ നഷ്ടപ്പെട്ടിരിക്കാമെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു. ഖത്തറി മധ്യസ്ഥതയ്ക്ക് മൂല്യമുണ്ടെന്ന് കരുതിയ ഒരാളായിട്ടാണ് ബാർണിയ അറിയപ്പെടുന്നത്. ഖത്തറി മധ്യസ്ഥരെയോ മധ്യസ്ഥ ചാനലിനെയോ നിങ്ങൾ കത്തിക്കരുത്. വാഷിംഗ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ ഫെലോ ആയ ഡേവിഡ് മക്കോവ്സ്കി വാഷിംഗ്ടൺ പോസ്റ്റിനോട് പറഞ്ഞു. എന്നാൽ നെതന്യാഹു ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള ട്രംപിൻ്റെ ഏറ്റവും പുതിയ ചർച്ചാ നിർദ്ദേശത്തിന് ഹമാസിൽ നിന്ന് യാതൊരു പിന്തുണയും ലഭിക്കില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് ഗാസ സിറ്റിയിലേക്ക് പോകുമെന്ന് തീരുമാനിച്ചിരിക്കാമെന്ന് മക്കോവ്സ്കി കൂട്ടിച്ചേർത്തു. ഇങ്ങനെയാണെങ്കിൽ ചർച്ചാപാതയെ താഴെത്തട്ടിൽ നടപടിയെടുക്കുന്നതിനുള്ള സഹായകരമല്ലാത്ത ഒരു തടസ്സമായി നെതന്യാഹു കണ്ടിരിക്കാം.